ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. എനിക്ക് തന്നെ ലേറ്റായി പോയി, ഒരു 10:45 ആയിട്ടോ. അപ്പം എനിക്കെന്തോ ശരി, ഇന്ന് നമുക്ക് കോളേജും പോസ്റ്റിങ്ങും അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പം നമ്മൾ വെറുതെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. അപ്പം ഐ തോട്ട് ശരി ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ സൺഡേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫുൾഫില്ലായില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ആക്കാത്തത്. ഫുൾഫില്ലാക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോ എവിടേക്കോ മിസ്സായിപ്പോയി. ഞാൻ മറന്നുപോയി, ഈ വീഡിയോ എടുക്കണം എന്നുള്ളൊരു കാര്യവും ഞാൻ മറന്നുപോയി. പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഈ ഹോസ്റ്റലിൽ ചെയ്യാനില്ല. സോ അതാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഷൂട്ടാക്കാൻ വെച്ചത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എണീക്കലും ലേറ്റായിട്ട്, ഉറങ്ങലും ലേറ്റായിട്ട്, അതുകൊണ്ട് നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ടൈമിങ് ഒന്നിനും കിട്ടണില്ല കേട്ടോ. എന്ന് വിചാരിക്കും ഇന്ന് നമ്മൾ നല്ല പോലെ എണീക്കണം, അല്ലെങ്കിൽ ഇന്ന് നല്ല നേരത്തെ ഉറങ്ങണം എന്നൊക്കെ. പക്ഷെ എങ്ങനെ പോയാലും ഒരു 2 മണി 2:45 ആവും ഉറങ്ങണമെങ്കിൽ തന്നെ. എണീക്കണമെങ്കിലും നല്ല ലേറ്റ് ആവും. പക്ഷെ ഇന്ന് എൻ്റെ ഫ്രണ്ട് ബുക്ക് തരുമോ ചോദിച്ച് വിളിച്ചിട്ടാണ് ഞാൻ എണീച്ചത്, അല്ലെങ്കിൽ എണീക്കില്ല. ഫോൺ റിങ് ചെയ്യണ വെച്ചിട്ടാണ് എണീച്ചത്. ഫസ്റ്റ് വിചാരിച്ചു ഞാൻ അലാറം ഒന്നും വെച്ചിട്ടില്ലല്ലോ, പിന്നെ എന്ത് ഫോൺ അടിക്കണേന്ന്. പിന്നെ നോക്കുമ്പോഴാണ് കോള് വന്നാണെന്ന്. സോ അപ്പോൾ ഞാൻ ഒന്നും എടുത്തില്ല, ഫ്രഷായി, വെള്ളം കുടിച്ച് മെസ്സിൽ പോയിട്ട് ഫുഡൊക്കെ എടുത്തു. എന്നിട്ടിപ്പോൾ അങ്ങനെ വന്നിരിക്കട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ എത്രത്തോളം ഫുള്ളാക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഇതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. കുറച്ച് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാതെ ഞാൻ അങ്ങനെയും കഷ്ടപ്പെട്ടെടുത്ത് 2-3 അത്യാവശ്യം ക്ലിപ്സ് എനിക്ക് ഇപ്പോൾ ഇടേണ്ടാത്ത രീതിയിലായി. കാരണം കുറേ ഇല്ല, അതിൽ തലയും വാലില്ലാതൊക്കെ ഞാൻ എടുത്തണം. പിന്നെ കുറേ മിസ്സായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും വേണ്ടില്ല, കുറച്ച് ഇടാന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാട്ടോ, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പ്രോപ്പറായിട്ടും എന്നും വീഡിയോസ് ഇടണം, ലോങ് വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ മടിയാണോ, വോയിസ് ഓവർ എടുക്കാൻ ഇതാണോ ഒന്നും അറിയില്ല, ഇടൽ കുറവാണ്. അപ്പം ഇനി എന്തായാലും എനിക്ക് ഇടണം എന്ന് നല്ല ആഗ്രഹം കേട്ടോ. മേ ബി ചിലപ്പം ഈ ഹോസ്റ്റലിൽ ലാസ്റ്റത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല പോലെ ഇനിയും ഡേ ഇൻ മൈ ലൈഫ് ഇടണമെന്നുണ്ട്. ഇടുകയാണെങ്കിൽ ഇനി ഉണ്ടാവും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ലാസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് ആവും കേട്ടോ. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കോഴ്സ് കഴിയാനായി. ഇനി എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് കൂടെ ഉള്ളൂ. കാരണം 1 മന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീസല്ല, എക്സാമും കാര്യങ്ങളായിട്ടുള്ള 1 മന്താണ്. അല്ലാണ്ട് ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ല, അതിൻ്റെ 1 മന്ത് ആട്ടോ. അല്ലാണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഒന്നുമില്ല, കഴിയാനായിട്ടോ. നമ്മുടെ 3 ഇയർ കോഴ്സായിരുന്നു, അത് കഴിയാനായി. അപ്പം അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പം ഇടയ്ക്ക് കോളേജിൽ പോലും നമ്മളെ ഫീസ് അടച്ച കാര്യങ്ങളും പിന്നെ നമ്മളെ റെക്കോർഡും അതേപോലെ കേസ് ബുക്കും കേസ് സ്റ്റഡിയും എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതും സൈൻ മേടിക്കേണ്ട ഓരോരോ ലാസ്റ്റ് നിമിഷത്തേക്കുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമിന് ടൈം ടേബിൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എന്തായാലും വരുമായിരിക്കും, കാരണം റിവാലുവേഷൻ റിസൾട്ട് വന്നു. അപ്പോൾ ആ എക്സാമിന് ടൈം ടേബിൾ വന്നാൽ നമുക്ക് എല്ലാം സെറ്റ്. പിന്നെ പഠിക്കണം, അങ്ങനെ ഇതുവരെ പഠിക്കണം തുടങ്ങിയില്ല. ഇപ്പോൾ ഫുള്ള് അസൈൻമെൻറ്റ് എഴുതുക, റെക്കോർഡ് ഫുള്ളാക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പം നമ്മുടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ട്. അത് ഈ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തുടങ്ങും. അപ്പോൾ അതൊരു 50 ഡേയ്സ് ഉണ്ടാവും കേട്ടോ, 15 ദിവസം ഉണ്ടാവും. അപ്പോൾ അതിന് പോകണം. അത് കഴിഞ്ഞിട്ട് എന്തായാലും എക്സാം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നേരെ ഫ്രഷായി ഫുഡ് എടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ റൂമിലൊന്നും ആരില്ല കേട്ടോ, വേറെ കാര്യം അതാണ്. എൻ്റെ റൂമിൽ ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരാൾ ഇന്നലെ നാട്ടിൽ പോയി, ഒരാൾ പിന്നെ ഓൾറെഡി കുറച്ച് ദിവസമായി, ഒരു 1 വീക്കായി പോയിട്ട് എന്തോ മെഡിക്കൽ ഇഷ്യൂ ആയിട്ട്, പല്ലിൻ്റെ ഇഷ്യൂ ആയിട്ട് നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ രസമാണ്, പക്ഷെ അവരുണ്ടാകുമ്പോൾ വേറെ രസമാണ്. അവരുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല എല്ലാവരും സംസാരിച്ചും അതേപോലെ എന്താ പറയുക, കമ്പനി അടിച്ചിട്ട് കിടക്കലും ഒക്കെ ഉണ്ട്. കിടക്കാൻ വലിയൊരു സുഖമല്ല, കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അത്രയും ടൈം. അല്ലെങ്കിൽ ഞാൻ എണീക്കുക 1 മണി സമയത്താട്ടോ രാവിലെ എണീക്കാറ്. ഒറ്റയ്ക്ക് കിടക്കാനൊരു സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എണീക്കുന്നുണ്ട്. ഇന്നലെ അതേപോലെയായിരുന്നു, പെട്ടെന്ന് എണീച്ചു. ഒറ്റയ്ക്ക് കിടക്കാൻ എന്തോ ഒരു ഗുമ്മില്ല. അപ്പം ഇതൊക്കെ കേട്ടത്തെ വീഡിയോ. അപ്പോൾ എനിക്കെന്നും പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതന്നെ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കട്ടോ. ഞാൻ ഉപ്മാവായിരുന്നു കേട്ടോ നമുക്കിന്ന്. ഉപ്മാവും പൊതുവേ കുറേ ആയി ഞാൻ മെസ്സിയിൽ ഫുഡ് കഴിച്ചിട്ട്. കാരണം
ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. അപ്പോൾ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, നേരെ ലഞ്ചാണ് കഴിക്കുക. 11 മണി 1 മണി 2 മണിക്ക് വന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ലല്ലോ. ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ അവിടെ ഉണ്ടാവും, പക്ഷേ ഞങ്ങളെന്നാലും ലഞ്ചാണ് കഴിക്കുക. പിന്നെ ഞാൻ അവിടെ ചായ ഉണ്ട് കേട്ടോ, അവിടെ പാൽ ചായയാണ്, പാല് കുറവില്ലൊരു പാൽ ചായ. അപ്പോൾ ഞാൻ എന്താക്കി, അപ്പുറത്തെ റൂമിൽ പോയിട്ട് കെറ്റിൽ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി. ഇത് മെസ്സിലെ ഗ്ലാസ് ആട്ടോ, ഞങ്ങൾ എടുത്തുകൊടുത്താണ്, ഞങ്ങൾ ഗ്ലാസ് പൊട്ടിപ്പോയി. അപ്പം നമുക്ക് ചായ കുടിക്കാം കേട്ടോ. 11 മണിക്കാണ്, 11 മണി കഴിഞ്ഞു കേട്ടോ. 11:30ക്കാണ് ചായ കുടിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒപ്പം പഞ്ചസാര ഉണ്ടാവും, അതേപോലെ ചട്നി ഉണ്ടാവും കേട്ടോ. ചട്നി ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും. ഞാൻ ചട്നി ആട്ടോ എടുത്തത്. അപ്പോൾ കഴിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും വിശപ്പിന് നമ്മൾ കഴിച്ചല്ലേ പറ്റൂ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ എൻ്റെ വീട്ടിലൊന്നും ഉപ്മാവിൽ ചട്നി ഒന്നും ഒഴിക്കില്ല. ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ ഒഴിക്കുന്നല്ലാണ്ട് ചട്നി അങ്ങനത്തെ സംഭവമൊന്നും ഒഴിക്കില്ല. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉപ്മാവിൽ ചട്നി ഒഴിക്കണേ ഞാൻ അറിയണേ. ഇതൊക്കെ നമുക്ക് പിന്നെയും കഴിക്കാം കേട്ടോ. ഇഡ്ഡലി ഒന്നും കഴിക്കാൻ പോലും പറ്റില്ല, എനിക്കിഷ്ടമല്ല. മീൻസ് നല്ല കട്ടിയാവും, എനിക്ക് പൊതുവേ ഇഡ്ഡലി ഇഷ്ടമല്ല. അപ്പം നമുക്ക് കഴിക്കാം. വിശപ്പുണ്ട് കേട്ടോ, നല്ല വിശപ്പുണ്ട്. കാരണം രാത്രി ഒന്നും കഴിച്ചില്ല, ഡയറ്റാ പറഞ്ഞിട്ട് ഒന്നും കഴിക്കണേ എന്നാ. ഹോസ്റ്റലിൽ ചായ ഉണ്ട് കേട്ടോ, പക്ഷെ എന്തോ ഒരു പാലിൽ ഇത്രയും കുട്ടിയൊക്കെ ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫീലാണ് കുടിക്കുമ്പം. ഞാൻ കുടിക്കാറുണ്ട്, പക്ഷെ എന്തോ എനിക്ക് തോന്നി കട്ടൻ ചായ ഉണ്ടാക്കാണ്. അങ്ങനെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ. അപ്പുറത്തെ റൂമിൽ പോയിട്ട്, നമ്മുടെ റൂമിൽ കെറ്റിലില്ല, അപ്പോൾ അപ്പുറത്തെ റൂമിൽ പോയിട്ട്, ഇവിടെ ഇൻഡക്ഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇൻഡക്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പം അത് ഇല്ലാണ്ടാക്കി. മീൻസ് അത് അവർ പറഞ്ഞു യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ടാണ് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പ്ലേറ്റൊക്കെ കഴുകി. അപ്പം ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ ചെയ്യാമെന്ന്, എന്നിട്ട് തുടങ്ങാം ബാക്കി എന്ന് പറയാനില്ല, എഴുതലിന് കേട്ടോ. ഇനി ഫുള്ളങ്ങോട്ട് എഴുതൽ തന്നെ. ലഞ്ച് അവിടെ വരെ എഴുതും, എന്നിട്ട് ലഞ്ച് കഴിക്കും, എന്നിട്ട് ഫോൺ കളിക്കും, പിന്നെ എന്താ അറിയില്ല. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇപ്പം മോർണിംഗ് ഞാൻ ഡെയിലി സ്കിൻ കെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് ഒന്ന് നമ്മൾ സ്പ്ലിറ്റായി പോയിട്ടുണ്ടായിരുന്നു ഈ സ്കിൻ കെയർ ചെയ്യണതിൽ. പിന്നെ ഞാൻ വിചാരിച്ചു മുഖത്തൊക്കെ നല്ല പാടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും മോർണിംഗ് അത്യാവശ്യം സ്കിൻ കെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിപ്പം ഇടയായിട്ട് സ്കിൻ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അത്യാവശ്യം എന്നും രാവിലെ സ്കിൻ കെയർ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ലിബാം, ഞാൻ ഡോട്ടാങ്കി, ഞാൻ ഇപ്പോഴാട്ടോ ലിബാം യൂസ് ആക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് പൊതുവെ ആദ്യം ലിബാം വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. ബിക്കോസ് മറ്റേ ഇതിനൊരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഇതേപോലത്തെ സാധനം ഉണ്ടല്ലോ, തിളങ്ങുമല്ലോ. അപ്പോൾ ഈ തിളങ്ങണ കാരണം കൊണ്ടല്ല, എന്താ മെയിനായിട്ട് വെച്ചാൽ ഞാൻ അത് തിന്നുപോകും. അതായത് ഞാൻ ഇപ്പം ലിബാം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടിൽ ആ ലിബാം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ലിബാം അങ്ങനെ യൂസ് ചെയ്യാത്തത്. പക്ഷെ ഇപ്പം എൻ്റെ ലിപ്പിൽ പൊതുവേ പിഗ്മെൻറ്റേഷൻസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒന്നാമത് എനിക്ക് ഹെറിഡിറ്ററി ആയി കിട്ടിയതാണ് ഒരു പിഗ്മെൻറ്റേഷൻ. പിന്നല്ലേ പിഗ്മെൻറ്റേഷൻ, ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മറ്റേ എന്താ ഈ ടിൻറ്റഡ് വന്നിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ആക്കാറുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല. ഞാൻ മാറ്റം തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ, ഇത് റെഡ്യൂസ് ആവും എന്നൊക്കെ പറയണേ. അപ്പം നമുക്ക് എന്തായാലും ഈ ലിപ് ബാം ഇടാം കേട്ടോ. കുറച്ച് കൂടിപ്പോയി. ഇത് കുറച്ച് കളർ കൂടുതലാട്ടോ, ടിൻറ്റഡ് ആണ്. നമുക്ക് ടിൻറ്റഡ് ഇല്ലാത്ത മേടിക്കാം, ഞാൻ കുറച്ച് ടിൻറ്റഡ് ഇല്ലാതെ മേടിച്ചേട്ടോ. ഇത് സ്ട്രോബെറിൻ്റെയാണ്, ഡോട്ടാങ്കിൻ്റെ സ്ട്രോബെറി SPF 13 ഒക്കെ ഉണ്ട് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ടോണറാട്ടോ അപ്ലൈ ചെയ്യണത്. ഇത് നമ്മുടെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ടോണറാണ്. ഇതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണറാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ആക്കാറ്.
നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് എൻ്റെ ഒന്ന് കാണാണ്ട് പോയിട്ടോ. നമ്മുടെ കോസാറസിൻ്റെ സെറാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല കേട്ടോ. എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഒരു 2 വീക്കായി ഞാൻ നല്ലൊരു രീതിയിൽ ഇത് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട്. അല്ലാണ്ട് ഇത് യൂസ് ആക്കാറില്ല. ഇത് 2 ബോട്ടിലൊക്കെ വരുമ്പോഴാണ്, 2 ബോട്ടിലൊക്കെ ആകുമ്പോഴാണ് നമുക്കൊരു റിസൾട്ട് വരിക കേട്ടോ. നമ്മൾ ഒരാഴ്ച യൂസ് ആക്കിയിട്ട് അയ്യോ ഇതിൻ്റെ റിസൾട്ട് ഇല്ലേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതെനിക്ക് ചേരുന്നില്ല, ഇതെനിക്ക് ഒന്നും ആവണില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത്യാവശ്യത്തിൽ ഇത് നല്ലപോലെ യൂസ് ആക്കണം, എന്നാലേ നമുക്ക് റിസൾട്ട് വരുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ അതങ്ങനെ യൂസ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വലിയ മാറ്റം തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനി വേറെ മറ്റേ ഡോക്കിൻ്റെ ഒരു ഡേമക്കോൻ്റെ ഒരു സെറം മേടിക്കണം വെച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആട്ടോ. ഞാൻ അത്യാവശ്യം യൂസ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ യൂസ്ഫുള്ളാന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ടെക്സ്ചർ കാണാൻ നല്ല രസമാട്ടോ. അതായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ആക്കണേ. സൺസ്ക്രീൻ ഇടില്ല, കാരണം സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി. ഓർഡർ ആക്കണം വെച്ചിട്ടിരിക്കുക. കാരണം നമുക്കിപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിൽ നമ്മൾ വീടുകളിലൊക്കെ കയറിയിട്ട് അവരുടെ സർവേ എടുക്കണ പണിയാണ്. അപ്പം എന്തായാലും സൺസ്ക്രീൻ വേണ്ടി വരും. കാരണം അതിരി വെയിലാട്ടോ ഇവിടെ. മൈസൂർ നല്ല വെയിലുണ്ട്, കേരളത്തിൽ ഇതിലാറെ വെയിലാട്ടോ. മൈസൂരിലെ വെയിൽ വല്ലാണ്ട് അങ്ങോട്ട് കറക്കില്ല. പക്ഷെ കേരളത്തിൽ ഞാൻ 2 days ഒന്ന് ലീവിന് പോയിട്ട് തന്നെ ഞാൻ ആകെ ടാൻ അടിച്ചു. അപ്പം സൺസ്ക്രീൻ എന്തായാലും മേടിക്കണം, കാരണം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ മേടിക്കാൻ വെച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഓർഡർ ആക്കണം സൺസ്ക്രീന്. ഞാൻ അക്കോളജിക്കിൻ്റെ സൺസ്ക്രീനായിട്ട് യൂസ് ആക്കില്ല. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അത് ഇട്ടുമെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു സ്മെല്ലില്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല, നല്ലൊരു സൺസ്ക്രീനാട്ടോ അത്. അങ്ങനെ നമ്മളെ സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഞാൻ മോർണിംഗിൽ ചെയ്യാറുള്ള സ്കിൻ കെയർ ഇതാണ്. പിന്നെ ഇനിയിപ്പം ഇതാണ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ, അതായത് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ഇതാണ്. പുറത്ത് പോവുകയാണെങ്കിൽ എക്സ്ട്രാ എന്താ പറയുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ പൗഡറൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ, പുറത്ത് കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ യൂസ് ആക്കാറ് ഇതാണ് കേട്ടോ. സൺസ്ക്രീനും അതേപോലെ ലിപ്സ്റ്റിക്കും. അപ്പം ഇത് എടുത്തോടത്ത് കൊണ്ട് വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഇവിടെയേ കിടക്കും. ഇതാണ്. അപ്പം നമ്മൾ എടുത്ത സാധനം അവിടെ കൊണ്ട് വെച്ചിട്ട്, മീൻസ് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് പിന്നെ നമുക്ക് വേറെ പണിയില്ലല്ലോ. അപ്പം ഞാൻ അവിടെ തന്നെ കൊണ്ടുവെക്കട്ടെ ടീച്ചർ. അപ്പം നമ്മൾ എഴുതാൻ നോക്കട്ടോ, കുറേ ഉണ്ട് എഴുതാൻ. അപ്പോൾ ഞാൻ ശരി എഴുതാൻ വെച്ചിട്ടോ, ഒരു ലഞ്ച് ആവണ വരെ എഴുതുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലും നടക്കില്ല. നൈറ്റ് പിന്നെ കുറച്ച് എഴുതിയാൽ എഴുതി. അപ്പം ഞാനും എൻ്റെ മീൻകുട്ടിനും എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ വെച്ചു. ഇത് നമ്മുടെ റെക്കോർഡാട്ടോ. റെക്കോർഡല്ല, കേസ് ബുക്ക്. നഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാവും, കേസ് ബുക്കാണ്. അപ്പോൾ അത് നമുക്ക് ഞാൻ പറയാം, ഒരു അപ്പോൾ ഗൈസ് ഞാൻ അത്യാവശ്യ സമയമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കുറേ ഫോൺ കളിക്കും, കുറേ എഴുതും. ഭയങ്കര എന്തോ ഒരു മടി പോലെ. പിന്നെ കാർമേഘം കണ്ടോ, മീൻസ് ആകാശം കണ്ടോ, എന്തോ ഒരു മൂടി നിൽക്കണ പോലെ, എന്തോ മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു മോഡൽ എഴുതാനേ പറ്റില്ല. ഇന്നലെ നല്ല പോലെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് എഴുതിപ്പോയി. പക്ഷെ ഇന്നെന്തോ നല്ല മടിയുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം എഴുതൽ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തിന്. ഇനിയിപ്പം ഫുഡായിട്ടുണ്ട്. നമുക്കിന്ന് വെഡ്നെസ്ഡേ ആയതുകൊണ്ട് എഗ്ഗും അതേപോലെ ഗീ റൈസും കേട്ടോ. മുട്ടക്കറിയും ഗീ റൈസാണ് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അത് പോയിട്ട് എടുക്കണം. വീക്കിലി 1 ടൈം മുട്ടയുള്ളൂ. അപ്പോൾ എന്നാലും മിസ്സാക്കാറില്ല കേട്ടോ, കഴിക്കാറുണ്ട്. അപ്പം നമുക്ക് ഫുഡ് എടുക്കാൻ പോകട്ടോ. മഴ വരുന്ന പോലെയുണ്ട്
ഗൈസ് ഞാൻ നേരത്തെ ഇതിൻ്റെ സൗണ്ട് കേട്ടോ, ഞാൻ കേട്ടു പഞ്ഞിമിഠായിൻ്റെ സൗണ്ട് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ കില നമുക്ക് പഞ്ഞിമിഠായി ഇടുന്ന. അങ്ങനെ ഞാൻ മെസ്സിലൊക്കെ പോയി ഫുഡൊക്കെ എടുത്ത് വന്നിട്ടു. അപ്പോൾ ഞാൻ ആദ്യം പോയപ്പം ഫുഡ് ഷോർട്ടേജ് ആയി. അപ്പോൾ പുതിയത് 2ാം വട്ടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ വെയിറ്റ് ആക്കേണ്ടി വന്നിട്ടു. അങ്ങനെ ഫുഡൊക്കെ എടുത്തു. 2ാമത് ഉണ്ടാക്കിയത് കേട്ടോ. എഗ്ഗ് ഉണ്ടായിരുന്നു, പക്ഷേ റൈസ് ഉണ്ടായിരുന്നില്ല. റൈസാണ് തീർന്നു പോയത്. അങ്ങനെ ഞാനിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ കഴിക്കുമ്പോഴൊക്കെ. ഇത് നമ്മുടെ റൂമിലൊരു മിററാട്ടോ. നമ്മുടെ റൂമിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയൊരു മിറർ എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ഹോസ്റ്റലിൽ നമുക്ക് ഷെൽഫിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു മിറർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഹോസ്റ്റലിൽ നമുക്ക് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ഒരു മിററിലാട്ടോ നമ്മുടെ ഫേസൊക്കെ നോക്കിക്കൊണ്ടിരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമ്മളെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ട് നമ്മൾ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ഇവിടെ ഒരു നൈബറിൽ അവർ ഷിഫ്റ്റ് ചെയ്തപ്പം അവിടുന്ന് ഒരു മിറർ കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചതാണ് തരുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് തന്നത്. അപ്പോൾ ഇതുണ്ടായതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ, നല്ല യൂസ്ഫുള്ളാണ് നമുക്കൊന്ന്. പക്ഷെ ഇത് ഫേക്കാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഇതിന് നമ്മുടെ മുഖം നല്ല ഭംഗിയാവും കേട്ടോ കാണാൻ. പക്ഷേ നമ്മുടെ ചെറിയ സദാ ഒരു മിററിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം അങ്ങനെയേ ആവില്ല. അതുകൊണ്ടൊരു ഫേക്ക് ഉണ്ട് ഇത്. പക്ഷേ കൊള്ളാം, ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ ഡ്രസ്സായാലും നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇതിനെ കൊണ്ട്. ഇതൊന്ന് ഞങ്ങൾ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഷെൽഫിൽ നമുക്ക് ഇങ്ങനെയാണ് ഷെൽഫ് വരുന്നത് കേട്ടോ. അതായത് നമുക്ക് മിററും കാര്യങ്ങളൊന്നുമില്ല ഷെൽഫ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെച്ചതാട്ടോ ഇത്. അപ്പം നമ്മുടെ മൊത്തമാണിത്. ഭയങ്കര കെയർഫുള്ളായിട്ട് ഞങ്ങൾ നോക്കണം കേട്ടോ. ഇത് തട്ടിയ പൊട്ടി. പിന്നെ നമുക്ക് മിററാണല്ലോ നമുക്ക് വേണ്ടേ. അപ്പോൾ മിററിൽ നോക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മളെ നോക്കാൻ നമുക്ക് മിറർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് നല്ല കെയർഫുള്ളായിട്ടാട്ടോ ഇത് കൊണ്ടുപോകണേ. ഒന്നും വെച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇത് ചാരി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. കണ്ട, ചാരി വെച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കാൻ പറ്റും. കണ്ടോ, ചാരി വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഫോൺ എടുത്തത് എന്തിനാ വെച്ചാൽ അങ്ങനെ മിററിൽ പോയതാട്ടോ. ഫോൺ എടുത്തത് എന്തിനാ വെച്ചാൽ എനിക്ക് എഴുതാനൊരു മൂഡ് ഇട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒന്ന് ചില്ലായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഷെൽഫാട്ടോ ഇത്. എൻ്റെ ഷെൽഫാണ്. എത്ര മടക്കി വെച്ചാലും ഇതിങ്ങനെയാണ്. ഒന്നല്ലെങ്കിൽ ഞാൻ വാരി വലിച്ചിടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് വാരി വലിച്ചിടും കേട്ടോ. അപ്പോൾ ശരി, ഇന്ന് എന്തായാലും വീഡിയോ എടുക്കില്ല. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വെച്ചു. ഇത് ഞാൻ ചെയ്യിപ്പിച്ചതാട്ടോ, കുറച്ച് പോളറോയിഡ്സ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഈ പോളറോയിഡ്സ് ഒക്കെ ഇവിടുന്ന് പറിച്ചിട്ടോ. ഞാൻ ഇല്ലാത്ത പശയെ വെച്ച് ഒട്ടിച്ചതാട്ടോ. ഇവരൊക്കെ ഇതിൽ നിന്ന് പറിച്ചിട്ടു. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒട്ടിക്കാൻ പശയല്ല, പക്ഷെ നമുക്ക് പശ ആരുടെയും ചോദിക്കാം. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഞാൻ കുറേ ദിവസമായി വിചാരിക്കണേ, പക്ഷെ അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കിയതായിരുന്നു. പക്ഷെ ഞാൻ തന്നെയാട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കിയിടാം കേട്ടോ. ഇതൊക്കെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഇതൊക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തേക്കാം കേട്ടോ. വേറെ ഉണ്ട് ഇവിടെ കണ്ടോ. ഇതൊക്കെ ഇവിടെ സ്ഥലമല്ല, നമുക്ക് 2 സാധനത്തിൽ തന്നെ വെക്കാൻ നമ്മുടെ സാധനം തികയണില്ല. എന്തൊക്കെയോ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വൃത്തിയാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മടക്കി സെറ്റാക്കിയിട്ട് വെക്കട്ടെ. ആദ്യം ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പണിയില്ലാത്ത പോലെ കേട്ടോ ഞാൻ അതൊക്കെ ചെയ്യണേ. പക്ഷെ എനിക്ക് കുറേ എഴുതാണ്ട്. പക്ഷെ എൻ്റെ വിചാരം എനിക്കൊന്നുമില്ല, എല്ലാം എഴുതി വലിയ സെറ്റപ്പായി ഇരിക്കണ പോലെ കേട്ടോ ഞാൻ കാട്ടി കൂട്ടുന്നത്. എന്തോ പക്ഷെ എനിക്ക് കുറേ കാര്യങ്ങൾ എഴുതാണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചാട്ടോ പോളറോയിഡ്സ്. ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂഡ് പോണ വരെ ഞാൻ നല്ല പോലെ ചെയ്യും. അല്ലെങ്കിൽ നമുക്കിവിടെ ഇടാം. ഇത് ഒരു ക്യാൻഡിലാട്ടോ. ഒരു ദിവസം മാളിൽ പോയപ്പോൾ ഇങ്ങനെ ചാരിറ്റി വർക്ക് എന്തോ പറഞ്ഞിട്ടെന്തോ വന്നു നമ്മളെ അടുത്തേക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാഷ് കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയതാട്ടോ. നമ്മളങ്ങനെ അവർക്ക് ഹെൽപ്പ് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയ ഒരു ക്യാൻഡിലാട്ടോ. പക്ഷേ ഇതങ്ങോട്ട് ഉള്ളിലായിപ്പോയി. മീൻസ് ഞങ്ങൾ കത്തിച്ച് ഇത് ഉള്ളിലായിപ്പോയി കേട്ടോ. പക്ഷേ ഞാൻ അതിങ്ങനെ എടുത്ത് വെച്ചേക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സാധനം.
എല്ലാം അത്യാവശ്യം ഒരു മെനയിൽ നിൽക്കുന്നത് ഞാൻ നല്ല ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ലപോലെ മടക്കി വെക്കാം. വെറുതെയാണ് ഞാൻ അതൊക്കെ മടക്കി വെക്കണേ, പിന്നെ ഞാൻ ഇതേപോലെ ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കണുള്ളൂ. ഗൈസ് ഫയലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ. ഇതൊന്നും അല്ല കേട്ടോ, എല്ലാം ഈ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ വല്ലാണ്ടൊന്നും വലിയ ഇതായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഇനി ഉള്ളിലേക്ക് വെച്ച് കേട്ടോ. ആ സാധനം ഇനി സെറ്റാക്കണം. ഇനി പക്ഷേ ഞാൻ വേറെ പോയി ചോദിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് അപ്പം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയുള്ളൂ. നിങ്ങൾ വിചാരിക്കുമോ ഇവളെന്താണ് മടക്കാറില്ല എന്നൊക്കെ. ഈ സത്യത്തിൽ മടക്കാറില്ല ഗൈസ്. ഞാൻ അപ്പം ക്ലീൻ ആക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ എന്തോ നല്ല എക്സ്പെക്റ്റേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് മടക്കാൻ വല്ലാണ്ട് അറിയില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതാണ് ഇവൾ മടക്കിയത്. എനിക്ക് സത്യത്തിൽ മടക്കാൻ അറിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പറ്റുന്ന പോലെ ഇട്ട് ഇതിലാരും നീറ്റായിട്ട് മടക്കും. പക്ഷെ ഇപ്പം എനിക്ക് വല്ലാണ്ട് വലിയ മൂടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഇതിലാറെ അവസ്ഥയാണ് കേട്ടോ. വേഗമൊക്കെ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് നാളെ കൊണ്ടൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കാം കേട്ടോ. ഞാനൊന്ന് പുറത്ത് വെറുതെ വന്ന് നോക്കിയതാട്ടോ. ഇതാട്ടോ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ. നമ്മൾ 3rd ഫ്ലോറിലാട്ടോ ഉള്ളത്. ഇതിന് മുകളിലേക്കൊരു ഫ്ലോറുണ്ട്. അവിടെ സീനിയേഴ്സും ഇവിടെ നമ്മളും. ഇതൊക്കെ കേട്ടോ നമ്മൾ പോവാ. യെസ് ഗൈസ്, ദിസ് ഈസ് അവർ കില. ഇന്നിവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ റൂം കേട്ടോ. പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പം ഔട്ടിങ് പോകാൻ വെച്ചു. അപ്പോൾ ഔട്ടിങ് പോണതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങളല്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്യണം കേട്ടോ. നമ്മുടെ പേരും, എവിടെയാണ് പോണത്, എപ്പോഴാണ് ഇറങ്ങിയത് എന്നൊക്കെ. അതേപോലെ നമ്മൾ വരുമ്പോഴും ഇൻ ടൈം എഴുതണം, സൈനും ഇടണം. ഇതില്ലെങ്കിൽ നല്ല കിട്ടും കേട്ടോ. അപ്പോൾ എവിടെ പോകണമെങ്കിലും ഇങ്ങനെ എഴുതണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് സോപ്പ് മേടിക്കാനോ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഇവിടെ എഴുതിയിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ എഴുതിയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ ഹോസ്റ്റലിൽ നിന്ന്. സോ ഗൈസ്, നമ്മൾ പുറത്ത് പോവാം കേട്ടോ. പുറത്തല്ല, എന്തെങ്കിലും കഴിക്കണം. പിന്നെ എൻ്റെ ഒരു സീനിയർ ഉണ്ട്, അപ്പം അവരുടെ സിസ്റ്ററിൻ്റെ ഹോസ്റ്റലിലേക്ക് ഒന്ന് പോകണം, ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ അവരുടെ ഹോസ്റ്റലിന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നേരെ ഫുഡ് സ്ട്രീറ്റ് പോയിട്ടോ. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ വെഡ്നെസ്ഡേ സമയങ്ങളിൽ പോകാറുട്ടോ. അപ്പം ആദ്യം വിചാരിച്ച് അവിടെ പോകാമെന്ന്. പിന്നെ ഇവിടുത്തെ പഴംപൊരി കഴിച്ചിട്ടില്ല, പറഞ്ഞു ഇത് ന്യൂ ആയിട്ട് തുടങ്ങിയ മലയാളീസിൻ്റെ ഷോപ്പാട്ടോ. അപ്പോൾ ഇവിടെ പഴംപൊരി കിട്ടും, പിന്നെ നല്ല കോഫിയും ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇഷ്ടം കോഫി ആട്ടോ. വേറെ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതേ കുടിക്കാറ്. അപ്പോൾ കുറച്ചായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അറിഞ്ഞ മുതൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് പഴംപൊരിയും ഈ കോഫിയും കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കൊതിക്കൊക്കെ ടേസ്റ്റുള്ള ഒരു പഴംപൊരിയാണ്. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് മൈസൂരിൽ വന്നേ പിന്നെ എനിക്ക് കൂടുതലായിട്ട് മിസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ നമ്മുടെ എണ്ണപ്പലഹാരങ്ങളാട്ടോ. എനിക്ക് മെയിനായിട്ട് ഇഷ്ടം പഴംപൊരിയാണ്. അപ്പം ഞങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നേരെ ഹോസ്റ്റലിലേക്ക് പോവച്ചു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ കോണ് നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കോണ് മേടിക്കാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ കോണ് മേടിക്കാൻ വേണ്ടി വന്നാട്ടോ. ആകാശം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നല്ല ഭംഗിയാട്ടോ ഇവിടുത്തെ ആകാശം കാണാൻ വേണ്ടിയിട്ട്. റെഡ് കളറായിട്ട് വെക്കും. ഇതൊരു ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇവിടെ നിന്നാണ് കേട്ടോ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാറ്. ഇവിടെ അടിപൊളി ഗോബി മഞ്ചൂരിയും നൂഡിൽസും അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടും. ഫലൂദ, ബജികളൊക്കെ കിട്ടും. നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൊതുവേ ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ കോണൊക്കെ കഴിച്ചിട്ട് നേരെ ഹോസ്റ്റലിൽ എത്തി. ഞാനിപ്പം പുറത്തൊക്കെ പോയിട്ട് വന്നു.
ഔട്ടിങ് പോയതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെഡ്നെസ്ഡേ നമുക്ക് ഔട്ടിങ് ഉണ്ടെന്ന്. ഔട്ടിങ്ങിനായിട്ട് പോയതല്ല, ഇവിടെ ഒരു സീനിയർ ഉണ്ട്. അപ്പോൾ അവരുടെ അനിയത്തിയുടെ ഹോസ്റ്റലിലേക്ക് നമ്മൾ സാരി മേടിക്കാൻ പോയത്. നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് സാരി മേടിക്കാൻ പോയതാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ്, കുറച്ചല്ല പഴംപൊരി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മലയാളീസിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ, ഇപ്പം അടുത്ത് തുടങ്ങിയതാ. അപ്പം നമുക്ക് കൊതിക്ക് വേണ്ടിയിട്ടുള്ള പഴംപൊരി കഴിക്കാം, മീൻസ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കോഫിയും പഴംപൊരി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കോണും കഴിച്ചു. അപ്പോൾ ക്ഷീണിച്ചു കേട്ടോ, നടന്നു വന്നപ്പോഴേക്ക് ക്ഷീണിച്ചു. നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് വാർഡൻ ഗേറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാർഡൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് നമ്മൾ കയറി. ഈ ലാസ്റ്റ് വാർഡിങ് തന്നാൽ മതി, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് ഇനി പണികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ വെള്ളം വരും. നമുക്ക് ഡെയിലി 2 വട്ടേ വെള്ളം വരുള്ളൂ. അതായത് നമുക്ക് 2 വട്ടേ വെള്ളം വരുള്ളൂ, രാവിലെയും അതേപോലെ ഈവനിങ്ങും. രാവിലെ കോളേജ് പോകുന്നതിൻ്റെ മുന്നേ ഒരു 3/4 മണിക്കൂർ വരും. രാത്രി ഈവനിങ് അതേപോലെ തന്നെ. കോളേജ് വിട്ട് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഔട്ടിങ് ഉണ്ടായതുകൊണ്ട് ഔട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിലെത്തിയിട്ടേ വെള്ളം ഇടാറുള്ളൂ, കാരണം എല്ലാവർക്കും കിട്ടണമല്ലോ. അപ്പം ഒരു 3/4 മണിക്കൂർ ഇടും. അതിൽ നമ്മൾ കുളിക്കണം, അലക്കണം, നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ട് വെള്ളം കൊണ്ട് അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇടും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും കയറിയിട്ടുണ്ട് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇടും. വെള്ളം ഇട്ടിട്ട് കുളിക്കണം. ചിലപ്പോൾ അയ്യോ ഗൈസ്, എന്നും എന്താ പറയുക, എന്നും വിചാരിക്കും പോകുമ്പം സോപ്പ് കഴിഞ്ഞു കേട്ടോ, കുളിക്കണം, സോപ്പ് കഴിഞ്ഞു. അപ്പം എന്നും വിചാരിക്കും സോപ്പ് മേടിക്കണം എന്നൊക്കെ. പക്ഷെ സോപ്പ് ചിലപ്പം മിക്കവാറും സോപ്പ് മേടിക്കാനാകും പോകണേ, പക്ഷെ തിന്ന് കഴിയുമ്പോഴേക്ക് സോപ്പ് മേടിക്കുന്ന കാര്യം മറക്കും. അതേപോലെ ഇന്നും മറന്നിട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് ഇറങ്ങണ വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സോപ്പ് മേടിക്കണം, കുളിക്കാനും അലക്കാനും സോപ്പ് മേടിക്കണം എന്ന്. പക്ഷെ മറന്നു ഗൈസ്. അപ്പോൾ ഇന്ന് എന്ത് സോപ്പിട്ട് കുളിക്കുക എന്തോ. ഇനിയിപ്പോൾ പോകാനും പറ്റില്ല, ലേറ്റായി വന്നുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സോപ്പില്ലാണ്ട് കുളിക്കാം. ഇനി നാളെ പോയിട്ട് മേടിക്കണം. സോപ്പില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് വിചാരിക്കണു, തീരാനായ സമയത്ത് ഞാൻ വിചാരിക്കുന്നു സോപ്പ് മേടിക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ തീർന്നു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം സോപ്പില്ല കേട്ടോ. അപ്പം ഇന്ന് അലക്കലടക്കില്ല. അപ്പം നമുക്ക് ഫ്രഷ് ആവണം. പിന്നെ ഇന്ന് ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കാറില്ല, നല്ല ചോറൊന്നും കഴിക്കാറില്ല നൈറ്റ്. രാത്രി കുഷ്കിയാണെങ്കിൽ കഴിക്കും, അല്ലാണ്ടൊന്നും കഴിക്കാറില്ല. ഇനിയിപ്പം ചായ എന്തെങ്കിലും കുടിക്കുന്നല്ലാണ്ട് ചായയും കുടിക്കില്ല. ഇന്നിപ്പം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പം ഒന്നും കഴിക്കുന്നുണ്ടാവില്ല തോന്നുന്നു. അപ്പോൾ ഓൾറെഡി പഴംപൊരിയും കോണ കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളായി. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും കഴിക്കലുണ്ടാവില്ല. അപ്പം ഇന്ന് നൈറ്റൊന്നും കഴിക്കില്ല. അപ്പം പിന്നെ ഇനി പ്രത്യേകിച്ച് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു വ്ളോഗ്. അപ്പം എന്താ പറയുക, ഇനി ഫ്രഷ് ആവണം, ഡ്രസ്സ് മാറ്റി ഫ്രഷായിട്ട് എന്താ പറയുക എഴുതണം. ഇനിയിപ്പോൾ എഴുതുക, പിന്നെ കിടന്നുറങ്ങുക, ഇതന്നെ പണിയുള്ളൂ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ മാത്രം ഒന്നുമില്ല. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാൻ എത്രത്തോളം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ റൂമുണ്ടോ കുറച്ച് ഇതായി കിടക്കുന്നുണ്ട്, അവിടെ കേട്ടോ ഞാൻ കിടക്കാറ്. റെഡിൽ എൻ്റെ ബെഡ്ഷീറ്റ് അലക്കിയിട്ടാണ്, അതാണ് ബെഡ്ഷീറ്റ് ഇടാത്തത്. മേളിൽ പിന്നെ ആരില്ല, അവിടെ നന്ദന, ഇവിടെ മാനിച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നേക്കുരെ ബൈ.